ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാനിപ്പോൾ മ്യൂണിക്ക് എന്ന് പറഞ്ഞ സിറ്റിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. രാവിലെ ഒരു 6:45 ഉള്ളൂ. അപ്പോൾ ഞാൻ എന്താ ഇട്ടിരിക്കുന്നത് ആദ്യം കാണിച്ചു തരാം. ഇന്നത്തെ ലുക്ക്. ഇന്നിപ്പോൾ അത്യാവശ്യം ട്രാവൽ ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഒരു ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടത്. പിന്നെന്താ, നേരത്തെ നീറ്റുകൊണ്ട് ഒരു ഉറക്കപ്പിച്ചുണ്ട്. പക്ഷേ വീട്ടിൽ നിന്നൊക്കെ എപ്പോഴും യാത്ര പോകുന്നത് കൊണ്ട് എനിക്ക് യാത്ര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പൊതുവെ രാവിലെ എണീക്കാൻ മടിച്ചാണെങ്കിലും ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വിച്ചിട്ട പോലെ എണീക്കും. തലേന്ന് ഇന്നലെ കുറച്ചേ ഉറങ്ങിയുള്ളൂ. പൊതുവെ തലേന്ന് തന്നെ ഞാൻ എക്സൈറ്റിംഗ് ആയിട്ട് ഇങ്ങനെ ട്രിപ്പ് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ മ്യൂണിക്കത്തെ വിശേഷങ്ങളാണ് ഈ വ്ളോഗിൽ. ഇപ്പം ഇറങ്ങി ഞങ്ങൾ ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഡോമിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ഒരുത്തി എനിക്ക് ഡെഡിക്കേഷൻ കാണിച്ച് ഇവിടെ ടോർച്ച് അടിച്ചൊക്കെ തരുന്നുണ്ട്, വെളിച്ചം കുറവായതുകൊണ്ട്. അങ്ങനെ സ്റ്റേഷനെത്തി. ഇനിയൊരു 10 മിനിറ്റ് കൂടി ഉണ്ട് ട്രെയിന് വരാൻ വേണ്ടിയിട്ട്. നല്ല നല്ല സൺറൈസ് ആവുന്നേ ഉള്ളൂ. ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ സൺറൈസ് ലേറ്റ് ആയിട്ടാണ്. ഒരു 8 മണിയൊക്കെ ആവും സൺറൈസ് ആവാൻ. സൺസെറ്റ് നേരത്തെയാണ്, ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ സൺസെറ്റ് ആവും. അതുകൊണ്ട് ഡേ ടൈം വളരെ കുറവാണ് വിൻ്റർ സീസണിൽ. ട്രാവൽ ചെയ്യാൻ കുറച്ചും കൂടി നല്ലത് സമ്മറാണ്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലുള്ള കാര്യമാണ് വിശപ്പ്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടി ബ്രെഡും ജാമൊക്കെ കരുതിയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ എപ്പോഴും കാർഡ്സ് എടുക്കാറുണ്ട്. അപ്പോൾ അതിരുന്ന് കളിക്കുമ്പോൾ ടൈം പോണത് അറിയില്ല. എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് കളിക്കുമ്പോൾ രസമാണ്. ഞങ്ങൾ മ്യൂണിക്കിലെത്തി. ഇനി റൂമിൽ പോയിട്ട് ചെക്ക് ഇൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എല്ലാവരുടെയും കാണാൻ ഇറങ്ങാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ റൂമിലൊക്കെ പോയി ചെക്ക് ഇൻ ചെയ്ത് ഫ്രഷ് ആയിട്ട് കാണാം. ഇതിവിടുത്തെ യുബാൻ ആണ്, അതായത് അണ്ടർഗ്രൗണ്ട് റെയിൽവേ ആണ്. എസ് ബാനും ഉണ്ട്. വലിയ വലിയ സിറ്റികളിലാണ് യുബാനും എസ് ബാനൊക്കെ ഉള്ളത്. അല്ലാത്ത സിറ്റികളിലാണെങ്കിൽ ട്രാമും ബസ്സും ട്രെയിനും അങ്ങനത്തെ ട്രാൻസ്പോർട്ടേഷനാണ് ഉള്ളത്. പിന്നെ ഇവിടെ അക്കോമഡേഷൻ നമുക്ക് പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. A&O ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ booking.com കയറി പല ഹോട്ടൽസ് നോക്കാം. Airbnb അവൈലബിൾ ആണ് ഒട്ടുമിക്ക സിറ്റികളിലും. അപ്പോൾ ഞങ്ങൾ A&O ആണ് ബുക്ക് ചെയ്തിരുന്നത്. A&O യൂഷ്വലി ചെക്ക് ഇൻ ടൈം എന്ന് പറയുന്നത് ഈവനിങ് 3 o'clock ആണ്. അപ്പോൾ 3 മണി വരെ ഞങ്ങൾ അടുത്തുള്ള ഒരു പാർക്കിലൊക്കെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ചെക്ക് ഇൻ ചെയ്യാൻ പോയത്. ഇതാണ് ഞങ്ങളുടെ റൂം. ഒരു 6 ബെഡ് ഡോമെട്രി റൂമാണ്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല നീറ്റായിരുന്നു. 2 ദിവസം ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സമാധാനമായിട്ടിരിക്കാൻ പറ്റി. ഞങ്ങൾ ആക്ച്വലി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ട്രിപ്പ് അല്ല ഇത്. ജസ്റ്റ് എങ്ങനെയും പോവാന്ന് കരുതിയിട്ട് എന്നാൽ ശരി മ്യൂണിക്ക് പോവാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ മ്യൂണിക്കാണ് റൂം എടുത്തതെങ്കിലും വേറെ എങ്ങനെയും പോവാമെന്നുള്ളൊരു മൈൻഡിലാണ്. ഞങ്ങളങ്ങനെ റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്തു, കുറച്ച് നേരം റെസ്റ്റ് എടുത്തു, ഒന്ന് ഫ്രഷായി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് സിറ്റിയൊക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങി കാണാമെന്ന് കരുതി. നാളെയാണ് മെയിനായിട്ട് സ്ഥലങ്ങളൊക്കെ കാണാൻ പോണത്. പിന്നെ ജസ്റ്റ് ചില്ലായിട്ട് ഇങ്ങനെ പോകാമെന്ന് കരുതി. ഞങ്ങൾ ഏതെങ്കിലും ഇന്ത്യൻ ഫുഡോ അല്ലെങ്കിൽ നമ്മുടെ മലയാളീസിൻ്റെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കഴിക്കാമെന്ന് കരുതി. പക്ഷേ അതൊക്കെ ഇന്ന് മൺഡേ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ബർഗർ കിങ്ങിലേക്ക് പോവാച്ചിട്ടാണിപ്പോൾ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നടക്കാൻ ഇറങ്ങി. അതിന് പോയത് മെരിയൻ പ്ലാറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇത് മ്യൂണിക്കിന്റെ സിറ്റി സെൻട്രലത്തെ സെൻട്രൽ സ്ക്വയർ ആണ്. ഇംഗ്ലീഷിൽ ഇതിന് മേരി സ്ക്വയർ എന്നാണ് പറയുന്നത്. പിന്നെ ക്രിസ്മസ് ഒക്കെ ആവാറായതുകൊണ്ട് ക്രിസ്മസ് മാർക്കറ്റ് ഒക്കെ ഓപ്പൺ ആയിരുന്നു. അതിൻ്റെ തിരക്കും കൂടെ ഉണ്ടായിരുന്നു. വലിയ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച് എല്ലാവരുടെയും ഡെക്കോർ ചെയ്തിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ക്രിസ്മസ് മാർക്കറ്റൊക്കെ കണ്ട് ഗ്ലൂ വൈനൊക്കെ കുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം തേരാപ്പാര നടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തു. ഇവിടെ ട്രാവൽ ചെയ്യാൻ ഈസി ആയിട്ട് നമുക്ക് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് കിട്ടും. അപ്പോൾ അതെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും റേസൊക്കെ വെച്ച് ഓടിച്ച് കളിക്കലായിരുന്നു പിന്നത്തെ പരിപാടി. നമുക്ക് നമ്മുടെ പാരൻസിൻ്റെ കൂടെ പോകുമ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോഴും പാർട്ട്ണറിൻ്റെ കൂടെ പോകുമ്പോഴൊക്കെ ഓരോ എക്സ്പീരിയൻസ് ആണ് ഓരോ ട്രാവലും തരാം. ഇവരുടെ കൂടെ പോയപ്പോൾ ഫണ്ണായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കലായിരുന്നു, കോമഡി ആയിരുന്നു. അങ്ങനെ ഓരോ മൊമെൻറ്റും എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് മ്യൂണിക്കത്തെ ഫസ്റ്റ് ഡേ. സെക്കൻഡ് ഡേ കാണാൻ വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺഡ്. വീഡിയോ ഇഷ്ടമായിച്ച് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.